ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണാൻ വായോ. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ആരും കാണാതെ പോയേക്കില്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ പേനയോ പെൻസിലോ സ്കെച്ചോ ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തേനീച്ചക്കൂടാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു വാതിൽ വരച്ചു കൊടുക്കാം. ഇനി ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു വരച്ച പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്ന പേപ്പറിൽ ഒരു മരക്കൊമ്പാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ മരക്കൊമ്പ് വരച്ചിട്ടും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു മരക്കൊമ്പ് വരച്ചെടുക്കുക. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇലകൾ കൂടി അതിൽ നിന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു തേനീച്ചക്കൂടിന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു വാതിലിനകത്തേക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കുറച്ച് ഉൾവശം കാണാനായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇനി മരക്കൊമ്പിന് പെയിന്റ് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേനീച്ചകളെയാണ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ പല പല മോഡലിലിരിക്കുന്ന കുറച്ച് തേനീച്ചകളെ നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് തേനീച്ചകളെ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വരച്ച തേനീച്ചക്കുട്ടന്മാരെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വാതിലിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് തുറന്ന് കിട്ടുന്ന പോലെ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ തേനീച്ചക്കുട്ടന്മാരെ ഒന്ന് തിരിച്ച് വെച്ച് നിരത്തി വെക്കാം. എന്നിട്ടിതിലേക്ക് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒരു പൊട്ടാത്ത ടൈപ്പ് നൂല് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ നൂലിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. ഇനി മറ്റൊരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം മരക്കൊമ്പ് പൊട്ടിച്ചു കൊടുക്കാം.
ഇനി ഈ തേനീച്ചക്കൂടും കൂടി ഇതുപോലെ ഫെവിക്കോൾ തേച്ച് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായും ഇത് ഫെവിക്കോൾ തേക്കേണ്ട ആവശ്യമില്ല. തൂക്കിയിടുന്ന രീതിയിൽ മാത്രം ഫെവിക്കോൾ തേച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി മരക്കൊമ്പിൽ ഇലകൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതെല്ലാം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേനീച്ചകളെല്ലാം ഒട്ടിച്ച് വെച്ചിരുന്ന ആ ഒരു നൂലിൻ്റെ ഒരറ്റം നമുക്ക് ഇതുപോലെ ഒരു കമ്പിൽ കെട്ടിക്കൊടുക്കണം. ഇനി വാതിലിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചിരുന്ന അതിലൂടെ ഈ ഒരു കമ്പ് അപ്പുറത്തേക്ക് എടുക്കണം. ഇനി നമുക്ക് ഓരോ തേനീച്ചക്കുട്ടന്മാരെ കൂട്ടിലേക്ക് കയറ്റിയാലോ. അങ്ങനെ ഓരോ തേനീച്ചക്കുട്ടന്മാരായിട്ട് കൂട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അതിനേക്കാളുപരി നിങ്ങളിത് എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ. കുട്ടീസിനൊക്കെ കളിക്കാൻ നല്ല രസമായിരിക്കും ഇത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിതിവിടെ എൻ്റെ കുട്ടീസിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.